നമ്മുടെ നാട്ടിൽ കുടുംബശ്രീ, അയൽക്കൂട്ടം, അങ്ങനത്തെ ഒരുപാട് ചെറിയ ചെറിയ കമ്മ്യൂണിറ്റികളുണ്ടല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി വരാനോ അല്ലെങ്കിൽ ഒന്നുകൂടെ അവരുടെ ഒരു ഫിനാൻഷ്യൽ സ്വാതന്ത്ര്യം കിട്ടാനൊക്കെയോ നിങ്ങളൊരു അഡ്വൈസ് ചോദിച്ചാൽ നിങ്ങൾ എന്തായിരിക്കും അവർക്ക് കൊടുക്കുന്നൊരു അഡ്വൈസ്? അല്ല, കുടുംബശ്രീ നല്ല കാര്യമാണ്, നല്ല കാര്യം. ഭയങ്കര കാരണം 25 വർഷമായി ഇപ്പോൾ കുടുംബശ്രീ അയൽക്കൂട്ടം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും ഏറ്റവും വലിയ, എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ കാര്യം വെച്ചാൽ ഒരു 10-20 പേര് തമ്മിൽ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാവുകയും അവർ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുകയും അവർ തമ്മിലൊരു ഒറ്റപ്പെടൽ ഉണ്ടാവില്ല. പിന്നെ അതിൽ തന്നെ കുറച്ചൊരു ഫോർമൽ സെറ്റപ്പ് ഒക്കെ ഉണ്ട്, മീറ്റിങ്ങുകളുണ്ടാവും, അതിൽ വെൽക്കം അഡ്രസ് ഉണ്ടാവും. ഇങ്ങനെയൊക്കെ പബ്ലിക് സ്പീക്കിംഗ് സംസാരിക്കുമ്പോൾ അവർക്ക് തന്നെ ഒരു ധൈര്യവും ഒരു കോൺഫിഡൻസ് ഒക്കെ വരും. അത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഏറ്റവും വലിയ അസറ്റ് എന്ന് പറഞ്ഞാൽ അതാണ്. പിന്നെ അതിൽ തന്നെ അവർ ആഴ്ചയിൽ എന്തോ പൈസ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് അവർ ബാങ്കിലൊക്കെ പൈസ ഇടും. എന്നിട്ട് ആ പൈസ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ലോൺ ഒരാൾക്ക് ലോൺ എടുക്കുക. ഈ ലോൺ എടുത്തിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇതിലത്തെ ഏറ്റവും വലിയ വിഷയം. ഇത് പലപ്പോഴും എന്ത് ചെയ്യണത്, ഞാൻ ചേച്ചിമാരോടൊക്കെ ഞാൻ ഇങ്ങനെ സംസാരിച്ച് അയൽക്കൂട്ടത്തിൽ ഞാനിങ്ങനെ എൻ്റെ ഫ്ലാറ്റിൽ വരുന്ന ചേച്ചിമാരുണ്ട്, അവരൊക്കെ അതിലുണ്ട്, അവരോട് സംസാരിച്ച്, പിന്നെ വീട്ടിൽ വരുന്ന ഒരു ചേച്ചിക്കുണ്ട്, അവരോടൊക്കെ സംസാരിച്ച്. അപ്പോൾ അതിൽ ഈ ചില ആൾക്കാരൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ വീട്ടിലെന്തെങ്കിലും ചിലവുണ്ടെങ്കിൽ അത് എടുത്തിട്ട് ഉപയോഗിക്കും. അത് അത്ര നല്ലതല്ല. ഇവരെൻ്റെ ഓഫീസിൽ വരുന്ന ചേച്ചിയുണ്ട്, അപ്പോൾ ചേച്ചി ഇതിൻ്റെ വലിയ ആളാണ്, വലിയ അയൽക്കൂട്ടത്തിന് ശോഭന ചേച്ചി. അപ്പോൾ ചേച്ചി ഇതിന് ചെയ്യണ കാര്യം വെച്ചാൽ അയൽക്കൂട്ടത്തിൽ ഭയങ്കര ആക്റ്റീവാണ്. ഇവർ ഇങ്ങനെ പൈസ കളക്ട് ചെയ്തിട്ട് ഇവർ അച്ചാറുണ്ടാക്കും, ഇവർ പിന്നെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വിക്കലും പിടിയൊക്കെയാണ്. അത് ഇവർക്ക് നല്ല വെച്ചോണം. അപ്പോൾ ഇതിൽ നിന്ന് അവർ ചെയ്യണമെന്ന് വെച്ചാൽ അതിൽ നിന്ന് ഒരു ചെറിയൊരു കച്ചവടം ചെയ്യണം, എന്നിട്ട് അതിൽ നിന്ന് വരെ ലാഭം എടുത്തിട്ടാണ് അവർ വേറെ എന്തെങ്കിലും ചെയ്യണത്. അപ്പോൾ അത് ഭയങ്കര നല്ലതാണ്. ഈ പൈസ ഈ കട കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ വീട്ടിലെ ചിലവ് നടത്താൻ വേണ്ടി ഉപയോഗിക്കല്ലേ, അതിന് പകരം അത് വെച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ചെയ്യും. ഇപ്പോൾ കാരണം അവിടെ ട്രെയിനിങ് കൊടുക്കും, അച്ചാറുണ്ടാക്കാനും ചെറിയ കാറ്ററിംഗ് സർവീസ് നടത്താനും. പിന്നെ ഈവൻ നമ്മുടെ ചേച്ചിയൊക്കെ ചെയ്ത വേറൊരു കാര്യം വെച്ചാൽ അവർ ഹോൾസെയിലായിട്ട് പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി, എന്നിട്ട് അത് ഇവരെ നാടുകളിലും പോയിട്ട് ഇങ്ങോട്ട് വിൽക്കാൻ തുടങ്ങി. അപ്പോൾ അവർ കടകളിൽ പോയിട്ട് വാങ്ങണേക്കാളും കുറച്ച് ലാഭത്തിന് ഇവർക്ക് കൊടുക്കാനും പറ്റും. കാരണം ഒരു ഹോൾസെയിൽ നിന്നാണല്ലോ അവർ നേരിട്ട് പോയിട്ട് എടുത്തത്. അപ്പോൾ ആലപ്പുഴ സൈഡിലാണല്ലോ, അപ്പോൾ അവർ എറണാകുളത്ത് നിന്ന് പോയിട്ട് എടുത്ത് അവരങ്ങോട്ട് പോയിട്ട് സാധനം വിൽക്കാൻ തുടങ്ങി. അപ്പോൾ ഇവർക്ക് നല്ല ലാഭം ഉണ്ടാക്കാൻ പറ്റിയതിന്ന്. എന്നിട്ട് അത് വെച്ചിട്ട് അവർ അവരുടെ ഇൻകത്തിൽ കൂടെ ഈ കുടുംബത്തിൽ നിന്നുള്ളൊരു ഇൻകം കൂടിയായിട്ട് അവർ വളരെ നല്ല രീതിയിൽ അവർക്ക് നല്ല ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റി. ഇതൊക്കെ ഭയങ്കര പോസിറ്റീവാണ്. ഇതിൽ നിന്ന് ഇവർക്ക് വേണമെങ്കിൽ കുറച്ച് പൈസ വേണമെങ്കിൽ സേവ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അത് വെച്ച് അയൽക്കൂട്ടത്തിൻ്റെ പേരിൽ ഒരു വ്യക്തിയുടെ പേരിലായിരിക്കും ചെയ്യാൻ പറ്റും. നമുക്ക് ഇത് വ്യക്തിയുടെ പേരിൽ തന്നെ ചെയ്താൽ മതി. അയൽക്കൂട്ടത്തിൻ്റെ പേരിൽ ഇത് ചെയ്യാൻ പറ്റില്ല എന്നാണ്. കാരണം വെച്ചാൽ എനിക്കറിഞ്ഞൂടാ ഏതാണ് അവരുടെ ഫോർമാഷൻ എന്നുള്ളത്. അതിനേക്കാൾ നല്ലത് ഓരോ വ്യക്തികൾക്ക് ആ പൈസ എടുക്കാൻ പറ്റുമല്ലോ. ആ പൈസ എടുത്തിട്ട് അവർ തന്നെ ഒരു ഗ്രൂപ്പായിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ, എന്നിട്ട് അതിൽ നിന്ന് വരുന്ന ലാഭം എടുത്തിട്ട് അപ്പോൾ അവർക്ക് റെഗുലർ ഇൻകം കിട്ടല്ലേ. അത് വെച്ചിട്ട് ഇപ്പോൾ എത്രയോ നാടുകളിൽ അയൽക്കൂട്ടത്തിൻ്റെ ഈ കുടുംബശ്രീയുടെ ഹോട്ടലുകളുണ്ട്, ഉണ്ണിയപ്പം വിൽക്കണമുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു റെഗുലർ ഇൻകം കിട്ടല്ലേ. അത് വെച്ചിട്ട് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവൻ ഒരു മാസത്തിൽ ഒരു 3000 രൂപ അല്ലെങ്കിൽ ഡെയിലി ഒരു 100 രൂപ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഒരിക്കലും ആഭരണം പണയം വയ്ക്കണ്ട, ഒരിക്കലും കുറി വിളിക്കണ്ട, ഒരിക്കലും മറ്റുള്ള വട്ടിപ്പലിശക്കാരിൽ നിന്ന് ഡെയിലി ഇൻട്രസ്റ്റിന് പലിശ എടുക്കണ്ട. ഇനി കുട്ടികളുടെ ഫീസ് അടയ്ക്കാൻ നേരത്ത് നമ്മൾ കട കൊടുക്കണ്ട. ഇതെല്ലാവരും നമുക്ക് സ്വന്തമായിട്ട് എടുക്കാനായിട്ട് പറ്റൂലേ, ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്ന് കുടുംബശ്രീയുടെ ഒത്തിരി യൂണിറ്റുകളിലൊക്കെ ഇത് പലവരും നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ചില യൂണിറ്റിലൊക്കെ ഇപ്പോൾ ആരെങ്കിലും കുടുംബശ്രീയിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഒരു കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് ചെയ്യാത്തതിൻ്റെ കുഴപ്പമുണ്ട് മാത്രമേ. പൈസ എടുത്തിട്ട് സ്വന്തം കാര്യത്തിലേക്ക് ഉപയോഗിക്കാതെ ഇത്രേ ഉള്ളൂ. പൈസ അതിൽ നിന്ന് എടുത്തിട്ട് എന്തെങ്കിലും ചെയ്യാം, അതിൽ നിന്ന് വരെ ലാഭം എടുത്തിട്ട് സ്വന്തം കാര്യത്തിൽ ചെയ്യുക. ക്യാപിറ്റൽ എപ്പോഴും പ്രിസർവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ സാധാരണഗതിയിൽ ഈ അയൽക്കൂട്ടത്തിൽ നിന്നൊക്കെ ലോൺ എടുത്തിട്ട് സ്വന്തം ലോൺ അടക്കാനായിട്ടാണ് അങ്ങനെ. അതാണ് ഈ ഡേഞ്ചർ. ഇപ്പോൾ പലപ്പോഴും ഉള്ള വിഷയം പറഞ്ഞാൽ ഇവരങ്ങോട്ട് മിടുക്കന്മാരാവും, ഒരു സോഴ്സും കൂടിയും കിട്ടി പൈസ അറേഞ്ച് ചെയ്യാനായിട്ട്. അപ്പോൾ പലപ്പോഴും എന്ന് വെച്ചാൽ അയൽക്കൂട്ടത്തിലേക്ക് വരുന്ന ആൾക്കാർ അവരുടെ സ്വർണ്ണം വെച്ചിട്ടുണ്ടാവും, അയൽവക്കത്തിൽ നിന്ന് സ്വർണ്ണം വാങ്ങിയിട്ട് വെച്ചിട്ടുണ്ടാവും. അതിൽ പലിശ അടയ്ക്കാനായിട്ട് അയൽവക്കത്തിൽ നിന്ന് അയൽക്കൂട്ടത്തിൽ നിന്ന് ലോണും കൂടി വലിയ പ്രശ്നം. അതിന് പകരം അപ്പോൾ ഇത് വളരില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാണ്ട്
ഇവർ തന്നെ അതിൽ നിന്ന് ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്ത് ഒരു വേറെ ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇതിന്റെ ഒരു കോൺസെപ്റ്റ് ഒക്കെ ആക്ച്വലി അതൊക്കെ തന്നെ ആയിരിക്കും. അല്ല, കോൺസെപ്റ്റ് ഭയങ്കര ഉഷാറാണ്. ഇനി അങ്ങോട്ട് ഓപ്പർച്യൂണിറ്റി ഭയങ്കരമാണ്. കാരണം ഇപ്പോൾ ഇനി ഇവർക്കൊരു നന്നായിട്ട് ഈ 20 പേര് ആരെങ്കിലും നന്നായിട്ട് കുക്ക് ചെയ്യണ ഒരു ഗ്യാങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്കിനി ക്ലൗഡ് കിച്ചൺ തുടങ്ങാം. അവർക്ക് തന്നെ കുക്ക് ചെയ്തിട്ട് ഈ സൊമാറ്റോയിലൊക്കെ കിട്ടുകയാണെങ്കിൽ ഇവർ ഡെലിവറിയും ചെയ്യണ്ട, സൊമാറ്റോ ഒന്ന് ഡെലിവറി ചെയ്ത് കൊടുത്തോളും. ഇവർക്ക് വെറുതെ കുക്കിംഗ് മാത്രം ചെയ്താൽ മതി. ഒരു ഹോട്ടൽ വേണ്ട, വീടുകളിൽ ഏതെങ്കിലും ഒരു വീടുകളിൽ ചെയ്താൽ മതി. അപ്പോൾ ഹോട്ടലിൻ്റെ ചിലവൊന്നുമില്ല. ഫുഡ് ടേസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എവിടെയാണ് വിറ്റ് പോകാത്തത്? അതെ അതെ. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഓപ്പർച്യൂണിറ്റീനെ ആളുകൾ ഉപയോഗിക്കുന്ന പോലേക്കും അതിൻ്റെ വളർച്ച. അതെ. ഇതൊരു അയൽക്കൂട്ടത്തിൽ നിന്ന് പൈസ കിട്ടുന്ന ഒരു സോഴ്സ് ആക്കി ഇതിനെ ഉപയോഗിച്ചിട്ട് സ്വന്തം ലോൺ അടക്കലാണെങ്കിൽ അങ്ങനെ തന്നെ പോവുള്ളൂ. അല്ല, അങ്ങനെയാണെങ്കിൽ ഒരു മുന്നോട്ടൊരു അഭിവൃദ്ധി ഉണ്ടാവില്ല. ഇത് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു അഡീഷണൽ സോഴ്സ് ഓഫ് പൈസയാണ്. ഇത് വെച്ചിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്തിട്ട് അതിൽ നിന്ന് ലാഭം എടുത്തിട്ട് ഞാൻ എൻ്റെ മറ്റുള്ള ലോൺ അടയ്ക്കാനും അല്ലെങ്കിൽ ലോണ് വേണ്ട ഇനി എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അത് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ അയൽക്കൂട്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ് ശരിക്കും. കേരളത്തിൽ ഞാനിതൊന്നും ഒന്നിനും പറയും, ഞാൻ എന്നും അഭിമാനത്തോടെ പറഞ്ഞവരാണ്. എനിക്ക് ബോംബെയിൽ ഒരു ഫണ്ട് മാനേജ്മെൻറ്റ് കമ്പനിയുടെ ഒരു സിഇഒനോട് ഞാൻ സംസാരിച്ചു. ആ ലേഡി ഭയങ്കര അഭിമാനത്തോടെ പറഞ്ഞു. ഞാൻ ചോദിച്ചു മലയാളി സ്ത്രീകൾക്കുള്ള ഒരു അഡ്വൈസ് പറയാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമാണ്, ഈ ബോംബെയിലിരിക്കണം ഞാൻ അവർക്ക് എന്തെങ്കിലും അഡ്വൈസ് കൊടുക്കണം. അവർക്ക് ഇങ്ങനെ കുടുംബശ്രീയും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്ര ഫിനാൻഷ്യലി കഴിവുള്ളവരുടെ കേരള സ്ത്രീകൾ, അവർക്ക് ഞാൻ എന്താ അഡ്വൈസ് കൊടുക്കാനാണ്. അപ്പോൾ ആലോചിച്ച് നോക്ക്, ഔട്ട് സൈഡ് കേരളത്തിലെ സ്ത്രീകളെ കുറിച്ച് പറയേണ്ടതെന്നുള്ളത്. അപ്പോൾ എന്തായാലും നിഖിലുമായിട്ടുള്ള എപ്പിസോഡുകൾ മുന്നോട്ട് പോവുകയാണ്. ഓരോ എപ്പിസോഡുകളിലും നിങ്ങൾക്ക് ഇൻഫർമേഷനൊക്കെ കിട്ടും. നോ ഡൗട്ട്. വീണ്ടും കാണാം. താങ്ക് യു.